ശബരിമല സ്വർണ്ണക്കടത്തിൽ ദേവസ്വം ബോർഡിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തി ബി.ജെ.പി. നേതാവ് കുമ്മനം രാജശേഖരൻ. ഹൈക്കോടതിയെ പോലും കബളിപ്പിച്ചുകൊണ്ടാണ് സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയതെന്നും കുമ്മനം രാജശേഖരൻ ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ സംസാരിക്കുകയായിരുന്നു കുമ്മനം രാജശേഖരൻ. ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ വർഷക്കാലമായി വിജിലൻസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടപ്പുള്ളിയാണ്. വളരെ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരാളാണ് ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി ഇതെന്തിനു കൊടുത്തു? ഇനി രണ്ടാമത്തെ കാര്യം, 2019 40 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടിയാണ് ആ സ്വർണ്ണപ്പാളി അവിടെ സ്ഥാപിച്ചത്. 6 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനത് പൊളിച്ചു അവിടുന്ന് എടുത്ത് എന്തിനു മാറ്റി? 40 വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടി സ്ഥാപിച്ച അതേ ആളിന്റെ കയ്യിലോട്ട് തന്നെയാണ് വീണ്ടും കൊടുക്കുന്നത്. ഒരു വലിയ കോൺട്രാക്ട് വയലേറ്റ് ചെയ്ത ഒരാളിന്റെ അടുക്കലേക്ക് അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? അയാളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുന്നുണ്ട്. അയാളെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുക മാത്രമല്ല, അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്ത് അയാളുടെ നഷ്ടപരിഹാരം വാങ്ങിക്കണ്ടേ? അത് എന്തുകൊണ്ട് ചെയ്തില്ല? അത് രണ്ടാമത്തെ തെറ്റ്. മൂന്നാമത്തെ തെറ്റ് എന്താണ്? നിങ്ങൾ ചെയ്ത മൂന്നാമത്തെ തെറ്റെന്താണ്? ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് മാത്രമേ ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പടികളും മറ്റ് സാധന സാമഗ്രികളും കേടുപാടുകൾ തീർക്കാൻ പാടുള്ളൂ എന്ന് ദേവസ്വം മാനുവലിലുണ്ട്. 38ാമത്തെ വകുപ്പിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ് വരുന്നത്. ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പണിതപ്പോഴും അവിടെ വെച്ച് തന്നെയാണ് എല്ലാ കേടുപാടുകളും തീർത്തിട്ടുള്ളത്. എന്തുകൊണ്ട് നിങ്ങളത് കൊടുത്തുവിട്ടു? എന്തിനാ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം എന്തിനു കൊടുത്തുവിട്ടു? ഇനി 4ാമത്തെ തെറ്റ്, നിങ്ങൾ ചെയ്ത തെറ്റ് 2021 നിങ്ങളോട് ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരുന്നതാണ്. ഈ ക്ഷേത്രത്തിലെ സ്വർണ്ണ സ്വത്തുക്കളോ എന്തെങ്കിലും ഇവിടെ നിന്നും എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഹൈക്കോടതിയുടെ അനുവാദം വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് അനുവാദം വാങ്ങിയില്ല?